Hello dear students, ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ബേസിക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സ് or what are the elements used in OOPS. OOPS means object oriented programming. Okay, so first one is objects. So one of the concept is object itself. Objects are the real-time entities which take or occupies memory space. They have the characteristic features such as identity and value. For example, Shiva is an object because he is a real-time entity. He has characteristics feature, name, color, weight, height, and he occupies some space. But Shiva does not exist without class human. Okay, so what is this object? Object എന്ന് പറഞ്ഞാൽ എന്താണ്? Object is the real-time entities. Okay, real-time entitiesനാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. It takes some amount of memory space. മെമ്മറിയിൽ ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നതാണ് ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ഒബ്ജക്റ്റിന് ഇറ്റ് ഹാസ് സം ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അതെങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടാവാം? അതിന് പേരുണ്ടാകാം, അതിനൊരു കളർ ഉണ്ടാവാം, അതിനൊരു വെയിറ്റ്, ഹൈറ്റ് എക്സെട്ര. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഹ്യൂമനെയാണ്. ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഒരു ക്ലാസ്. ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ക്ലാസ് ആണ്. ക്ലാസ് മീൻസ് വാട്ട്? ക്ലാസ് മീൻസ് സംതിങ്, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. നമുക്ക് പറയാം ക്ലാസ് എന്ന് പറഞ്ഞാൽ സംതിങ് ഇറ്റ്സ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയാം. അതായത് ഇപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഹ്യൂമൻ്റെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഹ്യൂമൻ ബീങ്സ് വരാം. ദാറ്റ് മീൻസ് ഇറ്റ് മേ ബി എ മാൻ ഓർ എ വിമൻ or child or a boy or girl. ഒരു ഹ്യൂമൻ ബീയിനെയാണ് ഞാനൊരു ക്ലാസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പല കാറ്റഗറീസും വരാം. അപ്പോൾ ഈ ഓരോ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ബോയ് അല്ലെങ്കിൽ ഗേൾ, അപ്പോൾ ഒരു കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ അവർ ഓരോ കാറ്റഗറിയും എന്താണ് നമുക്ക് വേണമെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആണെന്ന് പറയാം. കാരണം ഓരോ കാറ്റഗറിയിലും അതിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഇറ്റ് ഹാസ് എ നെയിം, കളർ, വെയിറ്റ്, ഹൈറ്റ് എക്സെട്ര. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം അതിൻ്റെ അകത്തുള്ള ഒരു ഹ്യൂമനാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ശിവ എന്നിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ശിവ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഇറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ് വിത്തൗട്ട് ക്ലാസ് ഹ്യൂമൻ. ഞാൻ പറഞ്ഞൂടെ? സോ ഹിയർ ചോസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ശിവ ഒബ്ജക്റ്റ് ഇൻ OOPS. ശിവ ഒബ്ജക്റ്റ് ഇൻ OOPSനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫിഗറാണ് ഇവിടെ താഴെ വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. It's an object Shiva. Shiva എന്ന് പറഞ്ഞാൽ he has a characteristics data. Characteristics എല്ലാം ഞാൻ ക്ലാസിഫൈ ചെയ്യുന്ന ഡേറ്റയ്ക്കകത്താണ്. And he also has some functions. For example, can run, he can speak, he can walk. So അതൊക്കെ എന്താണ്? ആ ഒരു ആളുടെ ഫങ്ഷനാണ്. അതേപോലെ അയാളുടെ ഡേറ്റ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സാണ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാകും? കൺസിസ്റ്റ് ഓഫ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ്. ഡേറ്റ എന്ന് പറഞ്ഞാൽ അയാളുടെ ഫീച്ചേഴ്സ്, ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഓൾ ബിഹേവിയേഴ്സ് ദാറ്റ് ഒബ്ജക്റ്റ് ക്യാൻ പെർഫോം ഓർ വാട്ട് ആർ ദ ഫങ്ഷൻസ് ദാറ്റ് ഒബ്ജക്റ്റ് ക്യാൻ പെർഫോം. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈച്ച് ആൻഡ് എവറി ഒബ്ജക്റ്റ് ഹാസ് എ ഡേറ്റ ഓർ ദ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് as well as functions or behaviors. ഓക്കെ, ഇതാണ് ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ ഞാൻ ഒബ്ജക്റ്റ് പറഞ്ഞപ്പം ഒരു ടേമും കൂടെ അവിടെ പറഞ്ഞു, ക്ലാസ് എന്ന്. ആ ക്ലാസ്സിനെ കുറിച്ച് ഇനി അടുത്ത് അതാണ് സെക്കൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് എലമെൻറ്റ് യൂസ്ഡ് ഇൻ OOPS എന്ന് പറഞ്ഞ ക്ലാസ് ആണ്. സോ ക്ലാസ് ഈസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഓഫ് സിമിലർ ടൈപ്പ്. അതായത് എനിക്ക് ഒരു ഹ്യൂമൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്തെ എനിക്ക് ശിവയെ കൊണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ അനദർ എക്സാമ്പിൾ ഇസ് എനിക്കൊരു ഫ്രൂട്ട്. ഇപ്പോൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് മാത്രമേ ഓറഞ്ച് എന്നൊരു ഒബ്ജക്റ്റിനെ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സോ എനിക്ക് പറയാം ക്ലാസ് ഇസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഓഫ് സിമിലർ ടൈപ്പ് എന്ന് പറയാം. Once a class is defined, any number of objects can be created which belongs to that class. ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര ഒബ്ജക്ട്സ് വേണമെങ്കിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ് ഫ്രൂട്ട് എന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര നമ്പർ ഓഫ് ഓറഞ്ചസ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ആപ്പിൾസും എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ,
and they are static or compile time definitions of a new type of a collection of data and associated operations. മനസ്സിലാക്കുക, ഒരു ക്ലാസ്സിൻ്റെ അകത്തുള്ള ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻസ് രണ്ട് കാര്യങ്ങളാണ്. ഡിഫൈൻസ് 2 types. ഫസ്റ്റ് വൺ ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡേറ്റ ആൻഡ് അസോസിയേറ്റഡ് ഓപ്പറേഷൻസ്. അതിനാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻസിൽ നിന്ന് നമുക്ക് റൺ ടൈം ഇൻസ്റ്റൻസസിനെ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇസ് another definition is class is a blueprint that describes the nature of something. For example, class dog would consist of characters shared by all dogs such as type and hair color. അതൊക്കെയാണ് എന്ത് ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ എന്താണ് ബിഹേവിയേഴ്സ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എബിലിറ്റി ടു ബാർക്ക് ആൻഡ് സിറ്റ്. അതൊക്കെയാണ് ബിഹേവിയേഴ്സ്, അതാണ് ഫങ്ഷൻസ്. ഓക്കെ, സോ ഒരു ബേസിക് ഐഡിയ കിട്ടിക്കാണും വാട്ട് ഇസ് എ ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെല്ലാം നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് ഒറ്റ ക്ലാസ്സിനകത്താക്കാം. ഓക്കെ, ദ തേർഡ് വൺ ഇസ് ഇൻസ്റ്റൻസ്. One can have an instance of a class or a particular object. The instance is the actual object created at runtime. ഒരു ഇൻസ്റ്റൻസ്, ഒരു ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ the object, actual object created at runtime. റൺ ടൈമിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആക്ച്വൽ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, in programmer, the lazy object is an instance of do class. Set of values of the attributes of a particular object is called its state. So ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്തുള്ള സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് ദ ആട്രിബ്യൂട്ട്സ്, അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് എനിക്ക് എന്താ പറയാം, ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ്, അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ബിഹേവിയർ, അതിനാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ ദ ഒബ്ജക്ട്സ് ക്ലാസ്. ഒബ്ജക്ട്സ് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്യുന്ന ബിഹേവിയറും അതിൻ്റെ സ്റ്റേറ്റും ആണ് ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, ഇതിനാണ് നമ്മൾ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. So the third concept is the instance itself. Then fourth one is the inheritance. What is inheritance? Inheritance ഞാൻ പറഞ്ഞു, നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് റിയൽ വേൾഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ വാട്ട്സ് ആക്ച്വൽ വേർഡ് മീനിങ് ഓഫ് ഇൻഹെറിറ്റൻസ്? ഇൻഹെറിറ്റൻസ് മീൻസ് സംതിങ് we extract some new features from our inherently extracting some new features from our parents or grandparents etc. അല്ലേ, ഇൻഹെറിറ്റ് ചെയ്യുക, എന്താ പാരമ്പര്യമായിട്ട് കിട്ടുന്ന കുറേ സ്വഭാവങ്ങളല്ലേ, ബിഹേവിയേഴ്സ്, അതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതും ഈ പ്രോഗ്രാമിംഗ് തമ്മിലുള്ള എന്താണ് റിലേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അത് നിങ്ങൾ വരും മോഡ്യൂളുകളിൽ പഠിക്കുന്നുണ്ട് ഇൻഹെറിറ്റൻസ് എന്താണ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പ്രോഗ്രാമിങ്ങിൽ എന്തുകൊണ്ടാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം മനസ്സിലാക്കുക. ഇൻഹെറിറ്റൻസ് പ്രൊവൈഡ്സ് റീയൂസബിലിറ്റി. കോഡ് റീയൂസബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു കോഡ് നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ കോഡ് ഒന്നും കൂടെ ഇവിടെ ഒന്നും കൂടെ നമുക്ക് അതിനെ റീയൂസ് ചെയ്യണമെങ്കിൽ we need not write the code again. നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇൻഹെറിറ്റിംഗ് ദാറ്റ് പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഫ്രം ദ പർട്ടിക്കുലർ ക്ലാസ്. അപ്പോൾ ഇൻഹെറിറ്റൻസ് എന്ന കൺസെപ്റ്റ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ് വരുന്നത്, കോഡ് റീയൂസബിലിറ്റി. ഓക്കെ, that is like adding additional features to an existing class without modifying it. Okay, this is achieved by deriving a new class from the existing one. ഒരു പുതിയൊരു ക്ലാസ് ഒരു പഴയ ക്ലാസ്സിൽ നിന്നും ഡിറൈവ് ചെയ്യാം, that is the inheritance. And the new class will have a combined features of both the class. അപ്പോൾ പുതിയ ക്ലാസ്സിന് സ്വന്തമായിട്ടുള്ള ഫീച്ചേഴ്സും കാണും, പ്ലസ് ദ ഇൻഹെറിറ്റഡ് ഫീച്ചേഴ്സ് ഫ്രം ദ പാരൻറ്റ് ക്ലാസ്. ഓക്കെ, so inheritance allows additional features to an existing class without modifying it. Just ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കറിയാം ഒരു ക്ലാസ്, ഇപ്പം ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ലെങ്ത്, ഈ ഒരു ക്ലാസ്സിൻ്റെ പേര് ഏരിയ ആണെന്ന് വിചാരിക്കുക. ഈ ക്ലാസ്സിൻ്റെ അകത്തുള്ള രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് ലെങ്ത്തും ബ്രെഡ്ത്തും. ഓക്കെ, സോ ഇതിൽ നിന്നും എനിക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം, വിച്ച് ഇസ് L into
length into breadth. I also have another class which is volume. Volume എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഒരു ഡേറ്റ എന്ന് പറയുന്ന ഹൈറ്റ് മാത്രമാണ്. So I need to calculate the volume, but I have the data only height. I have the data height only. സോ എനിക്ക് എന്താണ് വോളിയം എന്ന് പറയുമ്പോഴത്തേക്ക് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം എന്ന് പറയുന്നത്. ബട്ട് ഏരിയ എന്നുള്ളൊരു ഫീച്ചർ എനിക്ക് എവിടെ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യണം? ഈ ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യണം അല്ലേ? ഏരിയ ഒന്ന് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ എന്തിനാണ് ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എനിക്ക് ആക്ച്വലി ഞാനവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് ഏരിയ ഇസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഐ ഗോട്ട് ദ ആൻസർ ഫ്രം ദിസ് ക്ലാസ്, ബട്ട് ഐ നീഡ് ടു റീയൂസ് ദിസ് കോഡ് ഇൻ ദ ബിലോ ക്ലാസ്. അത് യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഐ നീഡ് ടു ഇൻഹെറിറ്റ്. എനിക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഇതിനെ ഇങ്ങോട്ട് ഇൻഹെറിറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് എക്സ്ട്രാക്റ്റിംഗ് ദിസ് ന്യൂ ഫീച്ചർ ഫ്രം ദ എബോ ക്ലാസ്. അപ്പോൾ ഇതിവിടെ നിന്ന് എനിക്ക് ഇയാൾ എന്ത് ചെയ്യണം? ഇൻഹെറിറ്റ് ചെയ്യണം. സോ ഡെറൈവിംഗ് ദ ന്യൂ ഫീച്ചേഴ്സ് ഫ്രം ദ പാരൻറ്റ് ക്ലാസ് അല്ലേ? ഈ ക്ലാസ്സിൽ നിന്നും ഏരിയ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഡെറൈവ് ചെയ്തെടുക്കണം. അങ്ങനെയാണെങ്കിൽ ദിസ് ക്ലാസ് ഇസ് നോൺ ആസ് പാരൻറ്റ് ക്ലാസ്. ഓക്കെ, പാരൻറ്റ് ക്ലാസ് ഓർ ബേസ് ക്ലാസ് എന്ന് പറയും. പിന്നെ ആ ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതുകൊണ്ട് എനിക്കിതിനെ ചൈൽഡ് ക്ലാസ് എന്ന് പറയാം. ചൈൽഡ് ക്ലാസ് ഓർ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയും. സോ മനസ്സിലാക്കുക, രണ്ട് ടൈപ്പിലുള്ള ക്ലാസ്സസ് ഉണ്ട്. അപ്പം ഈ കൺസെപ്റ്റ് പറയുമ്പോൾ വി ക്യാൻ ഓൾസോ എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ. പാരൻറ്റ് ക്ലാസ്സും ചൈൽഡ് ക്ലാസ്സും അത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. പാരൻറ്റ് ക്ലാസ്, ബേസ് ക്ലാസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഇനി വരും മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ കണ്ടു. അപ്പം ഒരു പുതിയ ക്ലാസ്സിന് അതിൻ്റെ ആയിട്ടുള്ള ഫീച്ചേഴ്സും ഉണ്ട്, ഹൈറ്റ് എന്ന് പറഞ്ഞ ഫീച്ചേഴ്സും ഉണ്ട്, പ്ലസ് ഏരിയ എന്ന ഫീച്ചേഴ്സും മറ്റേ ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നു. അപ്പം ആ ഒരു ക്ലാസ്സിന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ വേറൊരു ക്ലാസ്സിൽ നിന്ന് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ എനിക്ക് എടുത്താൽ മാത്രം മതി. ഓക്കെ, അതാണ് കോഡ് റീയൂസബിലിറ്റി. വീണ്ടും നമുക്ക് അവിടെ കോഡിന് എന്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻഹെറിറ്റൻസ്, ഓൾ അബൌട്ട് ഇൻഹെറിറ്റൻസ്. Then fifth one is data abstraction or information hiding. Data abstraction or information hiding means abstraction. It refers to the act of representing essential features without including the background details or explanation. That means നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം, റിയൽ വേൾഡ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഇപ്പോൾ റിമോട്ട് എന്ന് പറയുമ്പോൾ വി നോ ദാറ്റ് പ്രസിംഗ് ദ അപ്പ് ആരോ വോളിയം ബട്ടൺ plus point of the volume button will increase the volume and minus button കൊടുക്കുമ്പോൾ will decrease the volume, right? അപ്പോൾ നമുക്കറിയാം ഈ കാര്യങ്ങൾ അറിയാം. ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതിൻ്റെ സർക്യൂട്ടറി ഡിസൈനൊക്കെ നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ടോ ഫോർ ഓപ്പറേറ്റിംഗ് ദിസ് റിമോട്ട്? നോ. അപ്പോൾ എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രം നമ്മൾ കാണിക്കുന്നുണ്ട് വിത്തൗട്ട് ഇൻക്ലൂഡിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്. അതിനാണ് അബ്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഹൈഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻഫോർമേഷൻ ഹൈഡിങ് അല്ലെങ്കിൽ ഡേറ്റ അബ്സ്ട്രാക്ഷനും നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? ഇതിൽ പഠിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ പബ്ലിക്കും പ്രൊട്ടക്റ്റഡും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഔട്ട്സൈഡ് വേൾഡിലോട്ട് എക്സ്പോസ് ചെയ്ത് ബാക്കി എന്ത് ചെയ്യാം? ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കൺസെപ്റ്റൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സൊക്കെ വെച്ചിട്ട് അബ്സ്ട്രാക്ട് ക്ലാസ്സും അബ്സ്ട്രാക്ട് ഡേറ്റ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. It refers to the act of representing essential features without including the background details or explanation. It denotes the essential characteristics in an object that distinguish it from all other kinds of objects. So the goal is to isolate those aspects that are important for some purpose and suppress those aspects that are unimportant. Unimportant ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ മാറ്റി വെച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. That is the goal of abstraction. Okay, then sixth one is encapsulation. So what is this encapsulation? Encapsulation എന്ന് പറയുന്ന നമ്മൾ ഡേറ്റ്, ഞാൻ പറഞ്ഞ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഒരു ഫീച്ചേഴ്സ് ഉണ്ടാവും, ദാറ്റ് ഈസ് ഡേറ്റ. ദെൻ ഫങ്ഷൻസ് അല്ലെങ്കിൽ ബിഹേവിയേഴ്സ്. അപ്പോൾ ഈ ഡേറ്റയും ഫങ്ഷനെ ഒരു സിംഗിൾ യൂണിറ്റ് ആക്കുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. That means storing the data and functions in a single unit class is called encapsulation. It is also known as information hiding.
Okay, and it is complementary to abstraction and is used to describe the process of defining the code and data which forms an object. കോഡും ഡേറ്റയെ നമ്മൾ ഒറ്റ ഒബ്ജക്റ്റ് ആക്കി മാറ്റുക, അതിനാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. That means it conceals the functional details of the class from the objects that send messages to it. Okay, that is encapsulation. Next is polymorphism. Polymorphism is also another concept, object-oriented concept. Polymorphism, what is the meaning of poly? Poly means many. Morph, what is morph? Morph means many forms. That means ability to take more than one form. ഒന്നിൽ കൂടുതൽ രൂപം നമുക്ക് എടുക്കാൻ പറ്റും, അതിനെയാണ് polymorphism എന്ന് പറയുന്നത്. That is, an operation may exhibit different behaviors in different instances. The behavior depends on the data types used in the operation. ആ behavior എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? The data type used in the operation. It is extensively used in implementing inheritance. It allows the programmers to treat the derived class member like the parent class members. നമുക്ക് ഈ പോളിമോർഫിസവും ഇൻഹെറിറ്റൻസും നമുക്ക് ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ പോളിമോർഫിസത്തിൽ വരുന്ന രണ്ട് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. നോർമലി പോളിമോർഫിസത്തിൽ വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് മെത്തേഡ് ഓവർലോഡിംഗ് ആണ്. മെത്തേഡ് ഓവർലോഡിംഗ് നമ്മൾ നോർമലി സിയിലൊക്കെ ഫംഗ്ഷൻ ഓവർലോഡിംഗ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ വരുന്നത് മെത്തേഡ് ഓവർലോഡിംഗ്. നമ്മളിപ്പോൾ ഫംഗ്ഷൻ ജാവയിൽ നമ്മളൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ടേം അല്ല യൂസ് ചെയ്യുന്നത്, അതിന് പകരം യൂസ് ചെയ്യുന്ന ടേമാണ് മെത്തേഡ്, അല്ലേ? മെത്തേഡ് ഓവർലോഡിംഗ് എന്താണ്? നോർമലി ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്താണ്? എ ഫംഗ്ഷൻ വിത്ത് ദ സെയിം നെയിം ഹാവിങ് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്. ഇപ്പം ഒരു ഫംഗ്ഷൻ, ഫോർ എക്സാമ്പിൾ സം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ മനസ്സിലാക്കുക, സം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ഇപ്പം സം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ്റെ അകത്തുള്ള പാരാമീറ്റർ ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. ഓക്കെ, വേറൊരു ഫംഗ്ഷനുണ്ട്, മെത്തേഡുണ്ട്, സം ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി കോമ ഇൻറ്റ് സി. ഇവിടെ നോക്കിക്കേ, ബോത്ത് ദ മെത്തേഡ് ഹാവ് ദ സെയിം നെയിം ബട്ട് വിത്ത് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്. അപ്പോൾ സം ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി എന്ന് പറഞ്ഞാൽ ഹാവിങ് ദ സെയിം നെയിം ബട്ട് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്, ബട്ട് ഡിഫർ ഇൻ ദ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്. നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് വരും, ബട്ട് ഡിഫർ ഇൻ ദ നമ്പർ ഓഫ് ദ ടൈപ്പ് ഓഫ് ഡേറ്റ, ഡിഫർ ഇൻ ദ ഡേറ്റ ടൈപ്പും വരാം. അതായത് ഇപ്പോൾ ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി അടുത്ത ഫ്ലോട്ട് എ കോമ ഫ്ലോട്ട് ബിയും വരാം. സെയിം നമ്പർ ആണെങ്കിൽ ദേ വിൽ ഡിഫർ ഇൻ ദ ഡേറ്റ ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഓവർലോഡ് ചെയ്യിപ്പിക്കുക. ഒരാളെ കൊണ്ട് തന്നെ ഒന്നിക്കുള്ളിൽ സം എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡിനെ കൊണ്ട് 2 നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കുന്നു, 3 നമ്പേഴ്സിൻ്റെ സമ്മും കണ്ടുപിടിക്കുന്നു. ദ മെത്തേഡ് സം ഈസ് ഓവർലോഡഡ് ഹിയർ. നമുക്ക് അങ്ങനെ പറഞ്ഞൂടെ? അപ്പോൾ ഇതിനെയാണ് മെത്തേഡ് ഓവർലോഡിങ്. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദ പോളിമോർഫിസം. ദാറ്റ് മീൻസ് ദ സം ഇറ്റ് ക്യാൻ ടേക്ക് മോർ ദാൻ 1 ഫോം. ദാറ്റ് മീൻസ് എന്താ, സം എന്ന് പറഞ്ഞ ആൾക്ക് 2 നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കണം, അതൊരു ഫോം. രണ്ടാമത്തെ ഫോം എന്ന് പറഞ്ഞാൽ 3 ആൾക്കാരുടെ സം കണ്ടുപിടിക്കണം. അപ്പോൾ മോർ ദാൻ 1 ഫോമാണ് അയാൾ എടുക്കുന്നത്. സോ എനിക്ക് പറയാം ഇതിനെയാണ് മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ. ദ മെത്തേഡ് സം ഈസ് ഓവർലോഡഡ് ഹിയർ. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പോളിമോർഫിസം. ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ എം എ ടീച്ചർ ഇൻ കോളേജ് ആൻഡ് മദർ ഇൻ ഹൗസ്. എനിക്ക് പറഞ്ഞൂടെ, ഞാനൊരു വ്യക്തി ഒരു ടീച്ചറാണ് അറ്റ് കോളേജ് ആൻഡ് മദർ അറ്റ് ഹൗസ്. അപ്പോൾ ഒരാൾ ഒന്നിക്കൂടുതൽ ബിഹേവിയർ എടുക്കുകയാണ് അറ്റ് ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസസിൽ. പല സമയത്ത് അയാൾ പല ബിഹേവിയർ എടുക്കുകയാണ്. ആ ബിഹേവിയർ എന്ന് വെച്ചാൽ ഡിപ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഡിപ്പെൻസ് ഓൺ ദ ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആണ്. ഈ ഒരു കേസിൽ എടുക്കുകയാണെങ്കിൽ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആണ്. ഇവിടെ 2 ആർഗ്യുമെൻ്റ് ആണെങ്കിൽ ഇവിടെ 3 ആർഗ്യുമെൻറ്റ്. ഇപ്പോൾ സെയിം നമ്പർ ഓഫ് ആർഗ്യുമെൻ്റ് ആണെങ്കിൽ ദേ വിൽ ഡിഫർ ബൈ ഡേറ്റ ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഇതാണ് പോളിമോർഫിസത്തിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഈ പോളിമോർഫിസവും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കും. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞത്. ലാസ്റ്റ് വൺ ഇസ് മെസ്സേജ് പാസിംഗ്. The 8th one is message passing. It's a process by which an object sends data to another object or asks the other object to invoke a method. ഇപ്പോൾ 2 ഒബ്ജക്റ്റ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ബൈ പാസിങ് മെസ്സേജസ് ടു ഈച്ച് അതർ. ഓക്കെ, മെസ്സേജ് പാസിംഗ് ഇസ് നത്തിങ് ബട്ട് സെൻഡിങ് ഓഫ് ഇൻഫോർമേഷൻ ബൈ ദ ഒബ്ജക്ട്സ് ടു ദ by the object same as people exchange information.
So these are the basic steps in message passing. That's creating class that defines object and its behavior, then creating objects from class definition, then ആദ്യം ഒരു ഒബ്ജക്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക, then റൺ ടൈമിൽ അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, then establishing the communication among objects. So this is the message passing. So these are the basic object-oriented concepts or the object-oriented principles or the elements used in the object-oriented programming. Okay. Thank you.